മെഡിക്കൽ കോളേജ് ശമ്പള വർധനവ് സർക്കാർ പിൻവലിച്ചു. ഹ, ഹ. നീ ഇത് വായിക്കി. ഒരു സാധനം വായിക്കാൻ സമ്മതിക്കില്ലട്ടെ നീ. ഇതാ പറഞ്ഞു മുരളി. നമസ്കാരം ട്ടാ. എന്താ ബഹുമാനം. ജോയേട്ടാ എന്തായി? കൊടുത്ത് തൊലക്കി. അവറ്റുള്ള അകത്തേക്ക് എറിയിക്കാൻ പറഞ്ഞ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കാൻ. കൂലി ഇട്ടാണ്ട് അകത്തല്ല ഒറ്റ സ്റ്റാൻഡ് രണ്ടും. ഞാനൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. അവറ്റോളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ജോയേട്ടാ? ആനപ്പിണ്ടം കിട്ടണ്ടേ? ദേ ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് റെഡിയാക്കാന്ന് പറഞ്ഞ ആനസ്വാമി ഫോണിൽ ഇപ്പൊ വേറെ ടോണിലാണ് സംസാരിക്കണേ. കിലോയ്ക്ക് 6 രൂപ അത്രേ. 6 രൂപ. നീ എന്തുട്രാ പറയണേ? 1 കിലോ ആനപ്പിണ്ടത്തിന് 6 രൂപ. ഇതെന്താ പെട്ടിരിക്കപ്പെടണ? നമ്മൾ അത്യാവശ്യക്കാരൻ്റെ അവരുടെ ഡിമാൻഡ് കൂടുന്നല്ലേ. ജോയേട്ടൻ നാളെ വിളിച്ചു നോക്കിയേ. അതിനിടയിലേ വേറൊരു പുലിവാല അകത്തൊന്നും ഇരിപ്പുണ്ട്. പ്രാഞ്ചേട്ടൻ 1-ാം തീയതി വരുള്ളൂ. ഇത് തൃശ്ശൂർ മെർച്ചൻസ് അസോസിയേഷൻ ടീംസ്. ജോയേട്ടനെ അവരുടെ അസോസിയേഷൻ മെമ്പർ ആക്കണമെന്ന്. പിന്നെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഫീ 25,000 രൂപയാണ് കേട്ടാ. 25,000. അറിവിലേക്ക് പറഞ്ഞതാ. അല്ല അവർക്ക് ചായ വല്ലതും പറയണ? വേണ്ട. ഇപ്പൊ ഞാൻ ചായ വെച്ചാൽ തെറ്റ്. നമ്മള് തൃശ്ശൂക്കാര് കുറച്ച് കച്ചവടക്കാരുടെ ഒരു കോൺഫെഡറേഷൻ, അത്രയുള്ള സംഭവം. പിന്നെ ഈ പണിക്കാര് സംഘടിക്കുമ്പോ ഉമ്മക്കും വേണ്ട ഒരു ബലം. സംഭവം ശരിയാ. ഇവിടെ തന്നെ കണ്ടില്ലേ, ആനപ്പിണ്ടത്തിൽ നിന്ന് ചന്ദനത്തിന് ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് നമ്മുടെ. കഴിഞ്ഞ 3 months ആയിട്ട് റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. പണി പാടില്ല. കമ്പനിക്ക് ലോസ് എത്രയാ? റോ മെറ്റീരിയലിനെ ഞങ്ങളുടെ ഹെൽപ്പ് വേണി നോക്കട്ടാ. നിങ്ങൾ വിചാരിച്ച ആനപ്പിണ്ടം കിട്ടുമോ? സംഗതി തൃശ്ശൂർ ഒരുപാട് ആനയുണ്ട്. നമുക്ക് വേണ്ടാത്തത് ആർക്കും വേണ്ടാത്ത സാധനം. പക്ഷെ നമ്മളെ ആവശ്യക്കാരനാന്ന് കാണുമ്പോഴോ അവര് ഡിമാൻഡ്സും കൂട്ടും. നാട്ടുകാരൊരു കാര്യം, ദേവസ്വത്തിന്റെ കേസ് തന്നെ എത്ര കാലായി. ജുഡീഷ്യറി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെങ്കിലും ഓടിപ്പോവാൻ തോന്നും. എന്നാ അങ്ങനെ പോവാൻ പറ്റുമോ? അതുമില്ലേ. അപ്പോ മെമ്പർഷിപ്പ് അതിലേക്ക് തന്നെ വരണ മജീദ്. ഈ മർച്ചന്റ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ സംഭവം? ഫോർ എക്സാമ്പിൾ, ഈ ഗോദ്രേജ് കമ്പനി മജീദ് കാക്ക് സോപ്പ് ഉണ്ടാക്കി തരും. മജീദ് കാ അത് കടയിൽ കൊണ്ട് വെക്കും. ഇതല്ലേ മർച്ചന്റ്? അതിന് ഞാനിവിടെ എന്തുട്ടാ ചെയ്യണേ? പ്രൊഡക്ഷൻ. ഗോദ്രേജ് കമ്പനി മജീദ് കാക്ക് സോപ്പ് ഉണ്ടാക്കി തരുന്നു, ഞാൻ ചന്ദനത്തിന് ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഞാൻ ആരായി? ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇൻഡസ്ട്രിയൽസിനെ കുറച്ച് ആളുകൾ കൂടി മർച്ചന്റായിട്ട് തരം താഴ്ത്താന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും മജീദ് കാ. കുറച്ചല്ലേ. ഞങ്ങളിങ്ങനെ അധികം പേരെ ഇങ്ങോട്ട് വന്ന് കാണാറില്ല. മനസ്സിലായി. ഞാനിപ്പോ എന്തുട്ടാ ചെയ്യണ്ടേ? സംഭാവന എത്രന്ന് വെച്ച് ചോദിച്ചോളൂ, തരാം. മെമ്പർ ആവാൻ മാത്രം നിർബന്ധിക്കരുത്. അങ്ങനെ നിന്റെ സംഭാവന വിരിച്ച് ഇത് നടത്തേണ്ട ഗതികളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല ജോയെ. കാണാം. നമസ്കാരം. അത് കലക്കി ജോയേട്ടാ. ഞാനിതൊക്കെ കേട്ടോണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? പിന്നല്ലാണ്ട് ഇവിടുത്തെ പോപ്പുലേഷനേക്കാൾ കൂടുതലല്ല ഇവിടുത്തെ സംഘടനകള്. നമ്മള് പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുമ്പോ ഇതുപോലത്തെ ചില ഉടക്കുകളൊക്കെ ഉണ്ടാവും.